ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ. എർത്ത് സൈൻ, നിങ്ങളോ അവരോ എർത്ത് സൈൻ ആയിരിക്കും. അതായത് കാപ്രിക്കോൺ, ടോറസ്, പിന്നെ ഏതായിരുന്നു, വെർഗോ. ഈ സോഡിയക് സൈനിൽ ഏതെങ്കിലും ആയിരിക്കും നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സോഡിയക് സൈൻ അതായിരിക്കും. ഒരുപാട് വൈകിപ്പോയി, ഐ മൂവ്ഡ് ഓൺ. ബാക്കിയും കൂടി നോക്കിയിട്ട് നമുക്ക് പറയാം. ട്രാവലിംഗ്, ഓക്കെ. അവർ ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ഫിസിക്കലി ഒരു ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരിക്കും. അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും. അല്ലെങ്കിൽ ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കും. അല്ലെങ്കിൽ മെൻ്റലി, അതായത് കാറും കോളും നിറഞ്ഞ ആ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് സമാധാനത്തിലേക്ക്, സമാധാനം ലഭിക്കുന്ന ഒരു ആത്മീയത എന്ന് പറയാം, ആത്മീയമായ ഒരു യാത്രയിലുമായിരിക്കാം അവർ. ഈ കാർഡ് വരുമ്പോൾ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കുക. 6, 15, 24, 2, 11, 20, 29 ഈ നമ്പേഴ്സുമായി നിങ്ങൾക്കോ അവർക്കോ എന്തൊക്കെയോ ബന്ധമുണ്ട്. ഡിസംബർ, ഈ മാസവുമായി നിങ്ങൾക്കോ അവർക്കോ എന്തൊക്കെയോ ബന്ധമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു എർത്ത് സൈൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കാപ്രിക്കോൺ എന്ന് പറയുന്നത് ഡിസംബർ ലാസ്റ്റ് മുതൽ ജനുവരി ഒരു പകുതി വരെയുള്ള സമയത്ത് ജനിച്ചവരായിരിക്കും. അപ്പോൾ അതും ഓക്കെ ആയി, ഡബിൾ കൺഫർമേഷൻ കിട്ടി. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, എന്തോ ഒരു കാര്യം അതിൽ അവർക്ക് ഒട്ടും താല്പര്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ അവരെ അതിനു വേണ്ടി അത് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ അവർക്കൊരു താല്പര്യം ഇല്ല ആ ഒരു കാര്യത്തിൽ എന്നായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. ഒരു പക്ഷേ നിങ്ങൾ വിദേശത്തായിരിക്കും ജോലി ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ഇവരെ അങ്ങോട്ട് വിളിക്കുകയാണ്, അങ്ങോട്ട് വാ നമുക്ക് ഒന്നിച്ച് നിൽക്കാമെന്ന്. പക്ഷെ അവർക്കാണെങ്കിൽ നാടും വീടും ഉപേക്ഷിച്ച് പോകാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. അങ്ങനെയായിരിക്കാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. ഇതേപോലെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. FOX, ഈ ലെറ്റേഴ്സ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിൻ്റെയോ പേരിലുണ്ടായിരിക്കാം, വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലുണ്ടായിരിക്കാം, നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തുണ്ടായിരിക്കാം, സ്ഥലപ്പേരിൽ എന്ന് പറയുമല്ലോ അതിലുണ്ടായിരിക്കാം. സ്പോർട്സ്, ആർട്സ് ഈ മേഖലയുമായി നിങ്ങൾക്കോ അവർക്കോ എന്തൊക്കെയോ ബന്ധമുണ്ട്.